ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മക്കളെ, നമ്മുടെ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അടിപൊളിയായിട്ട് എന്റെ മക്കൾ പഠിക്കുന്നില്ലേ? അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് സോഷ്യൽ എക്സാംസും കാര്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പൊ സോഷ്യൽ എക്സാമിൽ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് നമ്മുടെ ഇന്ത്യ എന്ന പാഠഭാഗം. സോ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സെക്ഷൻ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും റെഡി ആയിട്ട് ക്ലാസ് ഒന്ന് കേൾക്കട്ടോ. അപ്പൊ മക്കളെ, നമ്മുടെ ഇന്ത്യ എന്ന പാഠഭാഗത്തിൽ നമുക്ക് ആദ്യം ഇന്ത്യയെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ തരുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കുക മക്കളെ, ഇന്ത്യയുടെ തെക്കു ഭാഗത്തുള്ള സമുദ്രം കണ്ടിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലെ? ഈ സമുദ്രത്തിന്റെ പേരെന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. സോ എവിടെ ഉള്ളതാണ്? ഇന്ത്യയുടെ സൗത്തിലെ ആ ഭാഗത്താണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഇന്ത്യൻ മഹാസമുദ്രം കാണുന്നത്. ഈ സമുദ്രത്തിന്റെ കിഴക്കുഭാഗം ബംഗാൾ ഉൾക്കടലെന്നും പടിഞ്ഞാറ് ഭാഗം എന്ത് പേരിലും? അറബിക്കടൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഇന്ത്യന്റെ ഒരു ഇമേജ് കൊടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യക്ക് എത്ര സംസ്ഥാനങ്ങളുണ്ട്? എത്ര സംസ്ഥാനങ്ങളാ? 28 സംസ്ഥാനങ്ങളാണ് നമുക്കുള്ളത് അല്ലെ? എത്ര സംസ്ഥാനങ്ങളാ? 28 സംസ്ഥാനങ്ങൾ, സ്റ്റേറ്റുകളാണ് നമുക്ക് ഉള്ളത്. ഇനി ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശത്തിലേക്ക് പോവുകയാണെങ്കിലോ, യൂണിയൻ ടെറിട്ടറിയിലേക്ക് പോവുകയാണെങ്കിലോ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, അതേപോലെ തന്നെ ചണ്ഡീഗഡ്, അതേപോലെ ദാദ്ര നാഗർ ഹവാലി, ദാമൻ, ദിയു, ഇതെല്ലാം ഒന്നാണ് കേട്ടോ. അതേപോലെ ഡൽഹി, ജമ്മു കാശ്മീർ, ലക്ഷദ്വീപ്, പുതുച്ചേരി, ലഡാക്ക് എന്നീ തുടങ്ങി 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്, യൂണിയൻ ടെറിട്ടറി ആണ് ആർക്കുള്ളത്? നമ്മുടെ ഇന്ത്യക്കുള്ളത്. അപ്പൊ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒന്ന് വേഗം പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇനി എന്റെ മക്കൾക്ക് ഈ പാഠഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ? റെഡി അല്ലേടാ? ഓക്കെ, ഇവിടെ നോക്കിക്കേ മക്കളെ, ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതായിരുന്നു? ഏത് ഭാഗത്താ നമ്മൾ ബംഗാൾ ഉൾക്കടൽ കാണുന്നത്? ഏത് ഭാഗത്താ മക്കളെ നമ്മൾ ബംഗാൾ ഉൾക്കടൽ കാണുന്നത്? ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് അതാണ് അല്ലെ? നമ്മുടെ ബംഗാൾ ഉൾക്കടൽ ഉൾപ്പെടുന്ന ഭാഗം എവിടെയാണ്? മിസ് ഇവിടെ മാർക്ക് ചെയ്തു തരട്ടോ. ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്താണ് ബംഗാൾ ഉൾക്കടൽ, ബേ ഓഫ് ബംഗാൾ നമ്മൾ കാണുന്നത് അല്ലേ? അപ്പൊ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മക്കൾ അതൊന്ന് നോക്കണേ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാമെടാ. അറേബ്യൻ സീ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യയാണോ, ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയാണോ, വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയാണോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളൊന്ന് വേഗം ആൻസർ പറയണേ. അപ്പം ആൻസർ ശരിയാണെങ്കിൽ ഒരു മാർക്ക് അവിടെ ഇടണേ. ഓക്കെ, ഏത് ഭാഗമാണ്? വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ അല്ലേ? ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗം അല്ലേ? ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗമാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നോക്കിയേടാ. To the southern part of India located, ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എന്താ? നമ്മുടെ പാഠഭാഗത്തിൽ ആദ്യം തന്നെ മിസ് അതാണ് പറഞ്ഞത്. ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ അല്ലേ? നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ്. ക്ലിയർ ആയില്ലടാ? അപ്പൊ അടുത്തതിലേക്ക് നമുക്ക് പോകാം. യെസ്, ഇവിടെ നോക്കിയേ, ഇന്ത്യക്ക് എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഇന്ത്യ ഹാവ്, സംസ്ഥാനങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ മിസ് ഇവിടെ സംസ്ഥാനങ്ങൾ എന്നൊന്ന് എഴുതി തരാം. എത്ര സംസ്ഥാനങ്ങളാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്? ഒന്ന് വേഗം പറഞ്ഞേ. അതെ, എത്ര സംസ്ഥാനങ്ങളാ? 28 സംസ്ഥാനങ്ങൾ നമുക്കുണ്ട്. എത്ര സംസ്ഥാനങ്ങളാ? 28 സംസ്ഥാനങ്ങളാണ് നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം എത്രയാണെന്ന് പറഞ്ഞേ. ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറി എത്ര ഉണ്ട് ഇന്ത്യക്ക്? 5 ആണോ 6 ആണോ 7 ആയിരിക്കും അല്ലേ? അല്ല, എന്താണ്? 8 കേന്ദ്ര ഭരണ പ്രദേശമാണ് ഇന്ത്യക്കുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാമെടാ. റീജിയണൽ ഫെസ്റ്റിവൽ ഓഫ് തമിഴ്നാടു, തമിഴ്നാട്ടിലെ പ്രാദേശിക ഉത്സവം ഏതാണ്? ഏത് പ്രാദേശിക ഉത്സവം നമ്മുടെ തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കുക? ബിഹു ആണോ, പൊങ്കലാണോ,
ഓണമാണോ? ഏത് പ്രാദേശിക ഉത്സവമാണ്? യെസ്, നമുക്ക് പൊങ്കലാണ് അല്ലേ കാണാൻ പറ്റുന്നത്. പൊങ്കൽ ആണ് കേട്ടോ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അടിപൊളി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. മക്കളെ, കേരളത്തിലെ പ്രധാന ഫെസ്റ്റിവൽ ഏതാ? അത് നമുക്ക് എല്ലാം അറിയാം. കേരളത്തിലെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ ഓണമാണ്. കേരളത്തിലെ പ്രധാന ഉത്സവം എന്താണ്? ഓണമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. റെഡി അല്ലേ? ഓക്കെ. ബിഹു ഈസ് എ റീജിയണൽ ഫെസ്റ്റിവൽ ഓഫ്. ബിഹു ഒരു പ്രാദേശിക ഉത്സവമാണ്. എവിടത്തെ പ്രാദേശിക ഉത്സവമാണ് ബിഹു എന്ന് പറയുന്നത്? കേരള, ആസാം, നോർത്ത് ഇന്ത്യ. കേരളയിലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഓണം എന്ന് പറഞ്ഞു. അപ്പൊ ആസാം ആണോ നോർത്ത് ഇന്ത്യ ആണോ എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഏതാണ് മക്കളെ? യെസ്, ആസാം ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് നമ്മുടെ ഹോളി എവിടത്തെയാണ്? നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, നോർത്ത് ഇന്ത്യ അല്ലേ. നോർത്ത് ഇന്ത്യയിലാണ്, ഉത്തരേന്ത്യയിലാണ് ഹോളി ആഘോഷിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താ നമ്മളെ നാട്ടിലൊക്കെ ആഘോഷിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം മക്കളെ. വാട്ട് ഈസ് നോൺ ആസ് ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ? സംസ്ഥാന തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എന്താണടാ? ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ. മക്കളെ, ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണപരമായ ആസ്ഥാനത്തെയാണ് നമ്മൾ ആ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരം ഏതാണ്? നമ്മുടെ തിരുവനന്തപുരം. അപ്പൊ ഭരണപരമായ എന്താണ് തലസ്ഥാനത്തെയാണ്, ഭരണപരമായ ആസ്ഥാനത്തെയാണ് നമ്മൾ ആ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സിനെയാണ് കേട്ടോ. ക്ലിയർ ആയില്ലടാ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ നാഷണൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ദേശീയ തലസ്ഥാനം ഏതാണ്? ഏതാണ് മക്കളെ ഇന്ത്യയുടെ ദേശീയ തലസ്ഥാനം എന്ന് പറയുന്നത്? ഡൽഹി ഈസ് ദ നാഷണൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ദേശീയ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഡൽഹിയാണ്. ആരെയാണ്? ഡൽഹിയാണ് ഇന്ത്യയുടെ ദേശീയ തലസ്ഥാനമായി പറയുന്നത്. ക്ലിയർ ആയില്ലേ മക്കളെ? ക്ലിയർ ആയില്ലേ? ഡൽഹി ആട്ടോ പറയുന്നത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കണേടാ. വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ റിസീവ് ദ ഹയസ്റ്റ് റെയിൻഫോൾ? ഏറ്റവും കൂടുതൽ റെയിൻഫോൾ ലഭിക്കുന്നത് ഇന്ത്യയുടെ ഏതു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്? നമ്മുടെ മേഘാലയയിലെ ചിറാപുഞ്ചിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. റെയിൻ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് എന്താ? ഹയസ്റ്റ് റെയിൻഫോൾ ഉള്ളത് ചിറാപുഞ്ചി ഇൻ മേഘാലയ റിസീവ് ദ ഹയസ്റ്റ് റെയിൻഫോൾ. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോയാലോ? ഇവിടെ നോക്കണേടാ. വാട്ട് ഈസ് ദ സ്റ്റാപ്പിൾ ഫുഡ് ഓഫ് നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ? ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലും പ്രധാന ഫുഡ് എന്താണ്? വീറ്റ് ഈസ് ദ സ്റ്റാപ്പിൾ ഫുഡ് ഓഫ് നോർത്ത് ഇന്ത്യൻസ്. ഗോതമ്പാണ് മക്കളെ ഉത്തരേന്ത്യക്കാരുടെ മുഖ്യ ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മളെ ദക്ഷിണേന്ത്യക്കാരുടെയോ സൗത്ത് ഇന്ത്യൻസിന്റെ സ്റ്റാപ്പിൾ ഫുഡ് എന്ന് പറയുന്നത് എന്താ? റൈസ് ആണ്, അരിയാണ് അല്ലേ. അപ്പം അരിയാണ് നമ്മുടെ മുഖ്യ ആഹാരം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലടാ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം മക്കളെ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്ലാറ്റ്യൂ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറയുന്നത് നമ്മൾ ഡെക്കാൻ പീഠഭൂമിയാട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്താണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ നോക്കിക്കെ, ഇമ്പോർട്ടന്റ് ആയതാണ്. മിസ്സോടെ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തത്. വാട്ട് ആർ ദ മേജർ റിവേഴ്സ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാന നദികൾ എന്ന് പറയുന്നത്? ഹിമാലയൻ റിവർ, ഹിമാലയസ് നിന്ന് ഒറിജിനേറ്റ് ആവുന്നത്, ഹിമാലയത്തിൽ നിന്ന് ഒറിജിനേറ്റ് ആവുന്ന നദികളാണ് മക്കൾ ഏതൊക്കെ? ഗംഗ, ഇൻഡസ്, ബ്രഹ്മപുത്ര. ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മഹാനദി ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഈ നദികൾ എവിടെ നിന്നാണ്? ഇന്ത്യയുടെ ഉപദ്വീപിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് നിന്നാണ് വരുന്നത് അല്ലേ. നോക്കിക്കേ, ഇറ്റ് ഒറിജിനേറ്റ് ഫ്രം ദ ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ഓഫ് പെനിൻസുല ഇന്ത്യ. ക്ലിയർ ആയില്ലേ മക്കളെ? സെറ്റ്.
സോ ഇന്ത്യയുടെ ക്ലൈമറ്റ് ആണ് അടുത്തതായിട്ട് നമ്മളോട് പറയുന്നത്. ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ മഴക്കാലം, അതേ മഴ, വേനൽ, ശീതകാലം ഒക്കെ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ 2 തരത്തിലുള്ള മഴക്കാലമാണ്. ആദ്യത്തേത് ജൂണും പിന്നെ സെപ്റ്റംബറിലും വരും. ഒക്ടോബർ ടു നവംബർ വരെയാണ് രണ്ടാമത്തെ സീസൺ എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ തീരപ്രദേശത്തും വടക്കൻ സംസ്ഥാനങ്ങളിലും നമുക്ക് കനത്ത മഴ ആ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യും. ഡിസംബർ മുതൽ ജാനുവരി വരെ നമുക്ക് കോൾഡ് സീസൺ ആയിരിക്കും, ശൈത്യമായിരിക്കും. പിന്നെ മാർച്ച് ടു മെയ് നമുക്ക് വിന്റർ സീസൺ, വേനൽക്കാലമായിരിക്കും അനുഭവപ്പെടുക. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് അവർ ഇന്ത്യ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പൊ എന്റെ മക്കളെ എല്ലാ വീഡിയോസും കാണാൻ, അടിപൊളിയായിട്ട് പഠിക്കാൻ, സെറ്റ് ആക്കാം. അപ്പൊ ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ ദാറ്റ്സ് അവർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us, dears.